ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളെ കൈവിടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് വേണം നിങ്ങൾ. ഇങ്ങനെയാണ് ഞങ്ങൾ കിട്ടുന്നത്. ഇത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ഇതിന്റെ അപ്പുറം ചെയ്യുന്ന ഞങ്ങൾക്ക് കാരണം കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ വന്നിട്ട് എത്ര മാസമായി ഇതിനകം പ്രാരി പഞ്ചിൽ എന്താ നമുക്ക് നമ്മുടെ സ്കൂളാ ജിൽപി സ്കൂളാ നിങ്ങൾക്ക് എല്ലാം അറിയില്ലേ? ഞങ്ങൾ വന്ന് നമ്മുടെ പ്രസിഡന്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കൊരു ആഗ്രഹമാണ് നമ്മുടെ ജിൽപി സ്കൂൾ നമ്മുടെ മണ്ഡപമല്ല. ഇതെന്ത് ചെയ്യും? ഇങ്ങനെ സാധാരണക്കാരന് ഹൈടെക്കിൽ പോയിട്ട് എടുക്കാൻ സൗകര്യമില്ല. ഇവിടെ സാധാരണ മണ്ഡലത്തിൽ പോയി 50,000 70,000 രൂപ ചാർജ്. അത് നമ്മളെ പറയുമ്പോ അത് അറ്റൻഡ് ചെയ്ത് കാരണം നിങ്ങൾ ഒരിക്കലും റെനോവേഷൻ വർക്ക് ചെയ്യണ്ട, അത് ഞാൻ ചെയ്തു തരും. ആ സ്കൂളിൽ നമ്മൾ ശാസിക്കുക 99 ലക്ഷം രൂപ വെച്ച അത് മതിയാവുന്ന വന്നപ്പോ അദ്ദേഹം നമുക്ക് വീണ്ടും 50 ലക്ഷം രൂപ താഴെ വെച്ചു. എന്നിട്ട് നല്ലൊരു കമ്പനി ഹാബിറ്റാറ്റിനെ ഏൽപ്പിച്ചു. ആ വർക്കിന്റെ ക്വാളിറ്റി കണ്ടാൽ അറിയും, അതിന്റെ ഭംഗി കണ്ടാൽ നമ്മൾ ഞെട്ടും. ആ ഭംഗിയിലെ പോയിക്കൊണ്ടിരിക്കും. സ്പീഡ് വർക്കാ. ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. മനസ്സ് നിറയാൻ ഒരു ജനപ്രതിനിധിക്ക് ഇതിലും വലുത് മറ്റെന്താണ് വേണ്ടത്? കേൾക്കേണ്ടവരൊക്കെ കാത് കൂർപ്പിച്ച് ആവർത്തിച്ച് കേട്ടോളൂ. പറഞ്ഞത് മാറിപ്പോയിട്ടില്ല, കേട്ടത് തെറ്റുകയുമില്ല. എത്ര 10,000 തവണ നിങ്ങൾ കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കഴിവുള്ള പ്രാപ്തിയുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിൽ കുരുപൊട്ടും. മനസ്സിലായില്ലേ? എന്തായിരുന്നു വെല്ലുവിളികൾ? രാഹുലിനെ അങ്ങനെ വെള്ളപൂശി കൊണ്ട് നടക്കാനാണ് ഭാവമെങ്കിൽ എനിക്കറിയാവുന്നത് പലതും ഞാൻ വെളിപ്പെടുത്തും. ഞാൻ ബോംബ് പൊട്ടിക്കും, ഒലത്തും, നീ പറിക്കും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് വലിയ പരാതികളൊന്നുമില്ല. വലുതല്ല ചെറുതും ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ പ്രവർത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? രാഹുലിനെ താറടിക്കാൻ വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത് എന്ന് റിനി ഇനിയെങ്കിലും വ്യക്തമാക്കണം. എന്തായിരുന്നു റിനിയുടെ ഈ വലിയ ഒരു മൂലം കടച്ചിൽ? എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിനി ആവർത്തിച്ച് ഈ പറയുന്ന ഓഗസ്റ്റ് 20 റിനി ആദ്യമായി മാധ്യമങ്ങളെ കണ്ട് അന്ന് രാത്രി വൈകുന്നേരം സന്ധ്യാസമയത്ത് പല വാർത്താ മാധ്യമങ്ങളിലും പോയിരുന്നു കൊണ്ട് റിനിയോട് വാർത്താ മാധ്യമങ്ങളിൽ അവതാരകരെ, മാധ്യമപ്രവർത്തകരെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്കെതിരെ ഉണ്ടായ പ്രശ്നം, നിങ്ങൾക്ക് കയ്യിലുള്ള തെളിവുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ റിനി പറയുന്നുണ്ട്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് തെളിവുകളില്ല എന്റെ കയ്യിൽ എന്നൊക്കെ പറയുന്ന റിനി പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് റിനി ഇറങ്ങി പുറപ്പെട്ടത്? അല്ലെങ്കിൽ റിനി ഈ പറയുന്ന ആളുകളെ, റിനി ഈ പറയുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ആളുകളെ ഉണ്ടല്ലോ, അവരെ റിനിക്ക് അറിയാമെന്നല്ല പറയുന്നത്, അവരെ ഈ പറയുന്ന നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാഹുലിനെതിരെ അവരെ രംഗത്തിറക്കണം എന്ന് പറഞ്ഞാൽ പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ നടുറോട്ടിൽ നിൽക്കുകയല്ലേ. ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെങ്കിലും കൊണ്ടുവന്ന് രാഹുലിനെതിരെ നിയമ നടപടിക്കുമായി മുന്നോട്ട് പോകാൻ അവരെ സന്നദ്ധരാക്കണം. എന്തേ റിനിക്ക് അതിന് കഴിയാത്തത്? രാഹുലിനെതിരെ സ്വമേധയാ കേസെടുത്ത് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം നടത്തുന്ന പിണറായി വിജയന്റെ പോലീസ് ഉണ്ടല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, എവിടെ വരെ എത്തി നിൽക്കുന്നു ഇപ്പോ? ഈ കാര്യങ്ങളൊക്കെ പാലക്കാട്ടെ ജനതയ്ക്ക് നല്ല ബോധ്യമുള്ളതാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എത്രയധികം ആളുകൾക്കെതിരെയാണ് ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. രാഹുലിനെതിരെ ഈ പടച്ചുവിട്ട ആരോപണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ലൈംഗിക ആരോപണം മാത്രമല്ല, രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, ഈ പറയുന്ന മാധ്യമങ്ങൾ പടച്ചുവിട്ട ആരോപണം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോ മുകേഷിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായി, വേടനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായി. ഇവരൊക്കെ എന്താ ചെയ്തത്? ഇവരൊക്കെ ആരോപണങ്ങൾ ഉയർന്ന ഉടനെ കേരളത്തിലെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഇനി രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം നോക്ക്, ലൈംഗിക ആരോപണം മാത്രമല്ല, അതിന്റെ ഒരു പടി കൂടി കടന്നുകൊണ്ടിട്ട് ഗർഭിണിയായിട്ട് ഗർഭം കലക്കി എന്നാണ് പറയുന്നത്. അപ്പോ ഒരു അബോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ ഒരു ക്രിമിനൽ കുറ്റമാണ്. അങ്ങനത്തെ ആ ഒരു കുറ്റവും അതോടൊപ്പം പീഡനവും, 2 കുറ്റങ്ങൾ രാഹുലിനെതിരെ ഉയർന്നിട്ടും എന്തേ ഇന്നീ നിമിഷം വരെ രാഹുൽ ഒരു കോടതിയെ പോലും സമീപിച്ചിട്ടില്ല. ഒരു ജില്ലയിലെ ഒരു സെഷൻസ് കോടതി പോയിട്ട്, ഹൈക്കോടതി എന്നല്ല,
ഒരു ജില്ലാ കോടതിയെയോ സെഷൻസ് കോടതിയോ എവിടെയും രാഹുൽ പോയിട്ടില്ല. എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളപ്പോ അത് പാലക്കാട്ടെ ജനതക്ക് ബോധ്യമുണ്ട്. കാരണം എന്താ? രാഹുൽ ഒളിവിൽ പോയിട്ടില്ല, രാഹുൽ ഒരു മുൻകൂർ ജാമ്യത്തിനും പോയിട്ടില്ല. അതിന്റെ കാര്യം എന്താ? അല്ലെങ്കിൽ മുകേഷ് ചെയ്ത പോലെ മുൻകൂർ ജാമ്യത്തിന് പോകാൻ പാടില്ലേ? ബേഡൻ ചെയ്ത പോലെ മുൻകൂർ ജാമ്യത്തിന് പോയിക്കൂടായിരുന്നോ? കാരണം ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇത് എത്ര ദിവസമായി ഈ പറയുന്ന അന്വേഷണം തുടങ്ങിയിട്ട് ഇനി നിമിഷം വരെ ഒരു അറസ്റ്റിലേക്കോ ഒന്നും അറസ്റ്റ് വേണ്ടെന്നേ. രാഹുലിനെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് എന്തടോ രാഹുലെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിന്റെ അവസ്ഥ എന്താ, നിജസ്ഥിതി എന്താ, താങ്കളുടെ ഭാഗം എന്താണ് എന്ന് ചോദിക്കാൻ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് സാധിച്ചോ? വലിയ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ഒരു പരാതിയുമില്ലായിട്ട് അവർ സ്വമേധയാ കേസെടുക്കുന്നു. അവർ വാർത്തകളിൽ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ പോകുന്നു, ചെന്നൈയിൽ പോകുന്നു, ഹൈദരാബാദിൽ പോകുന്നു, ആശുപത്രികളിൽ പോകുന്നു, ക്ലിനിക്കുകളിൽ പോകുന്നു. തെളിവ് ശേഖരിച്ചു, രാഹുൽ കുടുങ്ങി, നാളെ രാഹുൽ അഴകത്താവും എന്ന് വാർത്തകൾ പടച്ചുവിട്ടവര്, തെളിവുകൾ പടച്ചുവിട്ടവര്. എന്തേ പോലീസ് ഈ പറയുന്ന തെളിവുകൾ? ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. പരാതിക്കാരില്ലാഞ്ഞിട്ടും വാർത്തകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസ് കേസെടുത്തത്. അങ്ങനത്തെ പോലീസ് അത്ര ഒരു ഇല്ലാത്ത ഒരു സംഭവമായിട്ട് പോലും സ്വമേധയാ കേസെടുത്ത പോലീസ് എന്തേ ഈ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ടോ ഓഡിയോ ക്ലിപ്പുകളോ എടുത്തുകൊണ്ട് ഈ പറയുന്ന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകാത്തത് എന്താ? അപ്പോ നിങ്ങള് ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ പൊട്ടന്മാരാക്കാം, വിഡ്ഢികളാക്കാമെന്ന് ഈ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ മറുപുറത്ത് നിൽക്കുന്ന ആരുമാകട്ടെ അവരൊന്നും അങ്ങനെ വിശ്വസിക്കരുത്, അങ്ങനെ കരുതരുത്. കാരണം ജനം എന്ന് പറയുന്നത് പ്രബുദ്ധരാണ്. ആ പ്രബുദ്ധത പാലക്കാട്ടിലെ ജനതക്ക് അതിൽ കൂടുതൽ, ആവശ്യത്തിൽ കൂടുതൽ ആ പ്രബുദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവിധ പിന്തുണയും പാലക്കാട്ടെ ജനം രാഹുലിനെ അറിയിക്കുക. നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല എന്ന് രാഹുലിന്റെ മുഖത്ത് നോക്കി പറയാ. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഉണ്ടാകും, കൂടെ ഉണ്ടാകുമെന്ന് രാഹുലിന്റെ മുഖത്ത് നോക്കി പാലക്കാട്ടെ ജനം പറയുക. നിങ്ങൾ കഴിവുള്ള വ്യക്തിയാണ്, നിങ്ങൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ തന്നെ ധാരാളം, നിങ്ങളെ ഞങ്ങൾ കൈവിടില്ലെന്ന് പാലക്കാട്ടെ ജനത മുഖത്ത് നോക്കി പറയാൻ ഏതൊരു ജനപ്രതിനിധിക്കാണോ അത് ആഗ്രഹമില്ലാത്തത് ഉണ്ടാവുക? കാരണം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കയറിക്കഴിഞ്ഞാലും ആ കാലാവധി കഴിയാൻ നേരത്ത് ഇങ്ങനെ മുഖത്ത് നോക്കി നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും, അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെ ധാരാളമാണെന്ന് പറയാൻ എത്ര ജനപ്രതിനിധികൾ അത് ആഗ്രഹിക്കുന്നുണ്ട്? ആർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ജനപ്രതിനിധികളിൽ ഈ വരുന്ന 140 ആളുകളിൽ എത്ര ആളുകൾക്ക് ഇത്തരത്തിൽ അത് പൊതുജനം അവരുടെ മുഖത്ത് നോക്കി ആട്ടിയിട്ടുണ്ട്? പലരെയും ഇറക്കി വിട്ടിട്ടുണ്ട്, പലരെയും നിനക്ക് വോട്ട് തരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പലരുടെയും മുഖത്ത് നോക്കിയിട്ട്. അങ്ങനത്തെ ഒരു ജനത ഇങ്ങനെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല. ഇതിൽ പരം രാഹുലിന് മറ്റെന്താ വേണ്ടത്? അത് തന്നെയാണ് ഇന്നലെ രാഹുൽ പറഞ്ഞതും. ഈ പരിപാടി കഴിഞ്ഞിട്ടാണ്, ഈ 10ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കഴിഞ്ഞിട്ടാണ് രാഹുൽ ഇന്നലെ കൽപ്പാത്തിയിലെത്തിയത്. അവിടെ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട്, 1 വർഷം കൊണ്ട് ജീവിതം വല്ലാതെ മാറിയിരിക്കുന്നു എന്ന്. വല്ലാത്ത മാറ്റമാണ് ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോ ഞാൻ വലിയ ഹാപ്പിയാണ്, എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഞാൻ മറികടന്നിരിക്കുന്നു, ഞാൻ വല്ലാത്ത ഹാപ്പിയാണ്. വെറുതെ അല്ല പറഞ്ഞത്, അങ്ങനെ ഹാപ്പി ആവാതിരിക്കുന്നത്. ഒരു ജനത കൂടെ നിന്ന് കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷമില്ലാതാക്കുക? ആർക്കാണ് എല്ലാം മറന്ന് സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്നത്? ആർക്കാണ്? ഈ പറഞ്ഞ കുത്തിനോവിക്കലുകൾ, ഈ പറഞ്ഞ വേട്ടക്കഴുകന്മാരുടെ, ഈ ചെന്നായ കൂട്ടങ്ങളുടെ ആക്രമണം, ആ ആക്രമണത്തെയൊക്കെ രാഹുൽ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടി ചിലതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ ചില മറുപടികളൊക്കെ കൊടുക്കാനും രാഹുൽ തയ്യാറാണ്. അത് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു MLA പാലക്കാട്ടെ ജനത അവർ ഈ പറയുന്ന രാഹുലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്കൊരു കാര്യം ബോധ്യമായിട്ടുണ്ട്.
ഇയാൾ കഴിവുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ് എന്ന് ബോധ്യമായതോടുകൂടി അവർക്ക് അത് മനസ്സിലാകാൻ, അങ്ങനെ അവർ വിശ്വസിക്കാനുള്ള കാരണം എന്താ? രാഹുലിന്റെ പ്രവർത്തനങ്ങളാ. ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടയാൾ അത് വെറുതെ ആയില്ല എന്ന്, അവരുടെ ഓരോ വോട്ടും വിലപ്പെട്ടതായിരുന്നു എന്ന് പാലക്കാട്ടെ ജനതയ്ക്ക് മുന്നിൽ രാഹുൽ തെളിയിച്ചു കൊണ്ടിരിക്കുക. ആ രാഹുലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആളുകൾ പറയുന്നു, നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല, ഇതിൽ പരം ഒരു MLA-ക്ക് മറ്റെന്ത് വേണം? ആർക്ക് കിട്ടും ഇങ്ങനെ ഒരു സൗഭാഗ്യം? ആർക്ക് കിട്ടും? അതിന് പ്രവർത്തനങ്ങൾ തന്നെയാണ് മാനദണ്ഡം എന്നുള്ളത് പാലക്കാട്ടെ ജനം തിരിച്ചറിയും. അതിനുള്ള സാക്ഷ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാടിന്റെ MLA തന്റെ നിയോജക മണ്ഡലത്തിൽ തന്റെ വോട്ടർമാർ, തന്റെ ജനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ, ചേർത്ത് പിടിക്കലുകൾ, കണ്ണീരൊപ്പലുകൾ, ഇതൊക്കെ വെറും വാക്കുകളല്ല. ഈ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA പാലക്കാടിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനം പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല മിസ്റ്റർ രാഹുൽ, നിങ്ങളോടൊപ്പമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് നോക്കി ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതിൽ പരം ഒരു സൗഭാഗ്യം ഒരു ജനപ്രതിനിധിക്ക് മറ്റെന്താണുള്ളത്?